അടുത്തത് ശ്രീരാമൻ, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനല്ല, മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീചനാണ്. കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു. എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെസ്റ്റേൺ ജൂറിസ്പ്രുഡൻസിന്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി. രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലെന്ന്. അംബേദ്കർ എങ്ങനെ വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അംബേദ്കർ പലതരത്തിൽ വായിക്കപ്പെടുന്നു എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഒരു പ്ലേസ് ചെയ്യപ്പെടുന്നത് പലതരത്തിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം അത്തരത്തിൽ ഇന്ത്യയെ പഠിക്കുന്നതിനകത്ത് എത്തരത്തിലാണ് നിങ്ങൾ അംബേദ്കറെ കാണുന്നത്? അംബേദ്കർ ഒരു മാതൃകയായിട്ടാണോ? ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. ഉദാഹരണത്തിന് അംബേദ്കറുടെ പല പ്രസ്താവനകളും ഇന്നത്തെ കാലത്താണ് എങ്കിൽ അതിനോട് നിങ്ങളിൽ എത്ര പേർ യോജിക്കും എന്നെനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതത്തിനെ എന്നല്ല, മറ്റു മതങ്ങളെ അദ്ദേഹം വിമർശിച്ചതിനെ കുറിച്ചാണ്. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം നടത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് എഴുതുകയും എന്നിട്ട് അതിന് അവസാനമായിട്ട് അദ്ദേഹം കൺക്ലൂഷനായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു മതമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയോ? ഖുറാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തോടു കൂടി ചേർന്ന് നിന്നിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഒരു മതഗ്രന്ഥത്തിനെ വെളിഫൈ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? അദ്ദേഹം ഭഗവത്ഗീതയെ വിമർശിച്ചാൽ, ഇനി അന്നത്തെ നിയമങ്ങളായിരുന്ന മനുസ്മൃതിയെ വിമർശിച്ചാൽ, അതിനൊക്കെ കൈയടിക്കുന്ന ആൾക്കാർ ഇതിന് കൈയടിക്കുമോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഞാനിതിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ അംബേദ്കറുടെ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിനെ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയും അദ്ദേഹം മറ്റു മതങ്ങളെ വിമർശിച്ചിരിക്കുന്നതിനെക്കുറിച്ചോ അവരുടെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചോ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചോ ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും ആധുനിക സമൂഹത്തിൽ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ്. അപ്പോൾ കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യത്തിനുള്ളിൽ മറ്റൊരു സ്വയംഭരണ പ്രദേശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്ന അംബേദ്കറിന്റെ ആ നിലപാടുകളെ BJP നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര അംബേദ്കറൈറ്റുകൾ അതിനെ കൈയടിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് കരയണം. യൂണിഫോം സിവിൽ കോഡ്, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിയൻ നിയമങ്ങൾ ഒന്നായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുകയും നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കുകയും ചെയ്ത അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണോ വേണ്ടെന്നാണോ? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. കാസ്റ്റ് സെൻസസ്, ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും എന്യൂമറേഷനാണ് സെൻസസിനോടൊപ്പം നടക്കേണ്ടത്. മറ്റുള്ള ജാതികൾ എന്യൂമറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ ജാതി സെൻസസ് വേണം എന്ന് പറയുന്ന പക്ഷത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. നമ്മൾ അടുത്ത പാനലിസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് പോവാണ്. അതിന് മുൻപ് ഇതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം, ഞാനൊരു അംബേദ്കറിസ്റ്റാണ്. അതിന് ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം മറ്റു രണ്ട് പാനലിസ്റ്റുകളിൽ നിന്ന് കൃത്യമായി ലഭിക്കുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ ചോദ്യം കൈമാറുകയാണ്. നല്ല ഐഡിയ. മഹാട് സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ അംബേദ്കർ കത്തിച്ചത് ഖുറാനല്ല, മനുസ്മൃതിയാണ്. അത് നമ്മൾ മറന്നുപോയത്. ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അംബേദ്കർ ചൊല്ലിയ പ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. വേണമെങ്കിൽ പുള്ളിക്ക് ഖുറാനിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറയാമായിരുന്നു. നമ്മൾ ഈ രാമരാജ്യം നിരന്തരം പറയുമല്ലോ. നിങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അയോധ്യയിൽ ധ്വജാരോഹണം ധർമ്മത്തിൻ്റെ ധ്വജമെന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥ്
ഈ ധ്വജാരോഹണം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ എഴുതിയത് ഇത് രാമരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനയാണെന്നാണ് യോഗി ആദിത്യനാഥ് ഫേസ്ബുക്കിൽ എഴുതിയത്. എന്നിട്ട് ഈ രാമനെ പറ്റി എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്? അംബേദ്കർ പറഞ്ഞത് രാമൻ ഒരു നീചനായ ഭരണാധികാരിയാണ് എന്നാണ്. ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമന് യാതൊരു ധാർമ്മികതയും ഇല്ല എന്ന് ഇന്ത്യയോട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞു. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ പടം പൊട്ടും. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ജാതി, ഹിന്ദുമതം, വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. എൻ്റെ പോയിന്റിനെ ഇവർ രണ്ടുപേരും പ്രൂവ് ചെയ്തു. ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം രണ്ടൂഴങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വന്നില്ല എന്ന് തന്നെയല്ല, ഏറ്റവും ദുർബലമായ വാദമാണ് അവസാനം ശ്രീ സണ്ണിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? അടുത്തത് ശ്രീ ശ്യാംകുമാർ പറഞ്ഞു, വേണമെങ്കിൽ എന്നാൽ അങ്ങ് ഖുറാൻ കത്തിക്കാം എന്നല്ല അദ്ദേഹം അന്ന് തീരുമാനിച്ചത്. അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് പോകുന്ന സമയത്ത് മനുസ്മൃതിയാണ് കത്തിച്ചത്. ശരിയാണ്, അദ്ദേഹം താൻ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കത്തിക്കുന്നത്. അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്, മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ ഖുറാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല. അടുത്തത് ശ്രീരാമൻ, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനല്ല, മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീചനാണ്. കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെസ്റ്റേൺ ജൂറിസ്പ്രുഡൻസിന്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി. രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ ചേട്ടാ. ഈ സീസർ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ വളരെ വിശദമായി പോയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് രാമൻ. രാമൻ ഒരു ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ. ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. രാമൻ നിങ്ങളല്ല തീരുമാനിക്കുന്നത്, മനോരമയാണ്. രാമൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് രാജ്യകാര്യം നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിക്ക് തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ട് എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് രാജനീതിയാണ്. സീസർ ചെയ്യുമ്പോൾ ആഹാ, രാമൻ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂവാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതിന് അവസാനം പറഞ്ഞൊരു കാര്യം, അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട. നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം, വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. ഏറ്റവും അവസാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ, ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് only. There is a fraternity, but its benefit is confined to those within that corporation. For those who are outside the corporation, there is nothing but contempt and enmity. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ആ മതത്തിലുള്ള ആൾക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാരോട് കണ്ടംപ്റ്റ്, നിങ്ങൾക്ക് എനിമിറ്റി, ശത്രുത, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം.
കാരണം ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെയിം സ്പീച്ചായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും, അത് ഏറ്റവും മോശമായിട്ടുള്ള പരാമർശമായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ്. താങ്ക് യു. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, ഇനി പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.